കഴിഞ്ഞ ദിവസം അഭിജിത്തിന്റെ പേജിൽ വന്ന വീഡിയോസിൽ ഒരുപാട് കമന്റ്സ് വന്നിട്ടുണ്ട്. ബ്ലണ്ടറാന്നൊക്കെ പറഞ്ഞ് കുറെ ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ട്. ബ്ലണ്ടർ ആണെന്ന് പറയുന്നവർക്ക് ബ്ലണ്ടർ ആണെന്ന് പറയാം. ആ വീഡിയോയിൽ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാംബ്ലിംഗ് ആപ്പുകളുടെ പ്രൊമോഷനെ പറ്റിയും തൊപ്പിയുടെ ഹവാല കേസിനെ പറ്റിയുമാണ്. തൊപ്പിക്ക് ഇതേപോലെ ആ മയക്കുമരുന്നിന്റെ കേസ് വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ കൂടെ തന്നെ വന്നൊരു അന്വേഷണമാണ് ഹവാല അന്വേഷണം. ഞാനൊരു ന്യൂസിന്റെ ലിങ്ക് ഞാൻ കാണിച്ചു തരാം. അതിൽ തൊപ്പിക്ക് എല്ലാ മാസവും 1 കോടി ഹവാല മണിയായിട്ട് റഷ്യയിൽ നിന്ന് വരുന്നതെന്ന് ന്യൂസിലുണ്ട്. പോലീസ് അന്വേഷണം കണ്ടെത്തിയതാണെന്നാണ് പറയുന്നത്. അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു എമൗണ്ട് ഇവർക്ക് എല്ലാവർക്കും ഇതുപോലെ ഇല്ലീഗലായിട്ട് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതെ, ഈഗിള് അന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ? 10 കോടി രൂപയാണ് ഓഫർ വന്നതെന്ന്. അതെ, ആൾക്ക് 10 കോടി വന്നു കഴിഞ്ഞാൽ ഇവർക്കൊക്കെ എത്ര ഇവർക്കൊക്കെ വന്നിട്ടുണ്ടാവും? എത്ര വന്നിട്ടുണ്ടാവും? ഇവരെയൊക്കെ ഫോളോ ചെയ്യുന്ന ആളുകൾ എന്ന് പറയുന്നത് കറക്റ്റ് ആ ഏജ് കാറ്റഗറിയിലുള്ള ആൾക്കാരാണ്. അതെ, ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയിൽ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. 200K ഫോളോവേഴ്സ് ഉള്ള അൺനോൺ വാഴ എന്ന് പറഞ്ഞ ബ്രോയ്ക്ക് വന്നത് 12 ലക്ഷത്തിന്റെ ഓഫർ ആണെന്നാണ്. സത്യത്തിൽ ഇവര് പ്രോബ്ലംസ് ചൂണ്ടിക്കാണിക്കേണ്ടത് ഇതുപോലെ ഇല്ലീഗൽ ആയിട്ടുള്ള ആപ്സ് പ്രൊമോട്ട് ചെയ്യുന്ന ആളുകളുടെ അക്കൗണ്ടിൽ പോയിട്ടാണ്. അല്ലാതെ അഭിജിത്തിനെ പോലുള്ള ആളുകളുടെ വീഡിയോസിൽ താഴെ വന്നിട്ട് ഇതിലെ മിസ്റ്റേക്കുകൾ കണ്ടുപിടിക്കാനായിട്ട് ഇവർ ശ്രമിക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലത് ഇതുപോലെ ഇല്ലീഗൽ ആപ്സ് പ്രൊമോട്ട് ചെയ്യുന്ന ആളുകൾ ഈ നാട്ടിലുള്ളതുകൊണ്ടാണല്ലോ നമുക്ക് ഇവർക്കെതിരെ വീഡിയോ ചെയ്യേണ്ടി വരുന്നത്. അതെ, അപ്പൊ അവരെ പ്രിവെന്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അതിനെതിരെ ഒരു വീഡിയോ ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ അവരുടെ കമന്റ് ബോക്സിൽ ചെന്നിട്ട് അവർ ചെയ്യുന്നത് തെറ്റാണെന്ന് വേണമെങ്കിൽ ഇവർക്ക് ചൂണ്ടിക്കാണിച്ചൂടെ? അതൊന്നും ചെയ്യാതെ ഇതുപോലെ നമ്മൾ ചെയ്യുന്ന വീഡിയോസിന്റെ താഴെ വന്നിട്ട് ഇതുപോലെ കമന്റ് ഇട്ടതുകൊണ്ട് ആർക്കും ഒരു ഗുണവുമില്ല. അതെ.